എല്ലാവർക്കും നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പനീർ പിസ്സ എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കണമെന്ന് നോക്കാം. ഇതിനു മുമ്പ് ഞാൻ ചിക്കൻ പിസ്സയുടെ 2 റെസിപ്പീസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. കടായിൽ വെച്ചിട്ട് ബേക്ക് ചെയ്യുന്നതും അതുപോലെ ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്യുന്നതും. അപ്പൊ കാണാത്തവര് കണ്ടു നോക്കാം കേട്ടോ. അപ്പൊ നമുക്ക് എങ്ങനെയാണ് പനീർ പിസ്സ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കണമെന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യാൻ പോണ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ തന്നെ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് പിസ്സ തയ്യാറാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് ഇളം ചൂടുള്ള വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. lukewarm വാട്ടർ. വെള്ളത്തിന് ഒരിക്കലും ചൂട് കൂടരുത് കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കുക. ചെറിയ ചൂട് മാത്രം പാടുള്ളൂ. ഇതിലേക്ക് 3/4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയും ഈ വെള്ളം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര ഒന്ന് ഉരുക്കി വരട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ 2 ടീസ്പൂണാണ് ചേർക്കുന്നത്. അതിനുശേഷം വീണ്ടും നമുക്ക് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കരുത് കേട്ടോ. ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈസ്റ്റ് ഡെഡായിട്ട് മാറും. ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഒരു 5-10 മിനിറ്റ് ഇവിടെ ഇരിക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യാം. ഇനി ഞാനിവിടെ ഒരു പാത്രത്തിൽ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ. 250 ml കപ്പിൽ 2 കപ്പ് മൈദ. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിലും കൂടിയും ഒഴിച്ചു കൊടുക്കണം. ഒന്നില്ലെങ്കിൽ ഒലിവ് ഓയിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വെജിറ്റബിൾ ഓയിലാണെന്നുണ്ടെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഇനി ഓയിലും ഉപ്പും കൂടി നന്നായിട്ട് തന്നെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ടും ഈ പിസ്സ തയ്യാറാക്കി എടുക്കാം കേട്ടോ. മൈദയാകുമ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റി ആയിട്ട് വരുന്നു മാത്രം. ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈസ്റ്റ് ആക്ടിവേറ്റ് ആയോ നോക്കാം. ഇപ്പോൾ കണ്ടോ, ഈസ്റ്റ് ആക്ടിവേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതൊരു 5 മിനിറ്റ് മുതൽ 10 മിനിറ്റ് വരെ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈസ്റ്റ് ആക്ടിവേറ്റ് ആയിട്ട് വന്നിട്ടുണ്ടെന്ന്. അതുപോലെ ഈസ്റ്റ് ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ഡേറ്റ് നോക്കിയിട്ട് ഉപയോഗിക്കാം കേട്ടോ. എപ്പോഴും പുതിയ ഈസ്റ്റ് മാത്രം ഉപയോഗിക്കുക, അപ്പോഴേ ഇതുപോലെ വരുള്ളൂ. ഇനി ഈ ഒരു നമ്മൾ മിക്സ് ചെയ്ത് വെച്ചാൽ ഈ ഒരു ഈസ്റ്റിൻ്റെ മിക്സ് ഉണ്ടല്ലോ, ഇത് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ കറക്റ്റ് മെഷർ ചെയ്തിട്ട് വെച്ചിരിക്കുന്നത് തന്നെയാണ്. ഇത് മുഴുവനായിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഒരു സ്റ്റിക്കി ആയിട്ടുള്ളൊരു ഡൗ ആയിട്ടാണ് നമുക്കിത് കുഴച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം കേട്ടോ. നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കില്ലേ, അതിനേക്കാളും കുറച്ചും കൂടി ലൂസായിട്ടാണ് ഇത് കുഴച്ചെടുക്കേണ്ടത്. കൈമയൊക്കെ ഒട്ടിപ്പിടിക്കണ ആ ഒരു രീതിയിൽ വേണം കുഴച്ചെടുക്കാൻ. വെള്ളം പോരാ, കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഞാനിത് ഇതുപോലെയാണ് കുഴച്ചെടുത്തിരിക്കുന്നത് കേട്ടോ. ഇതുപോലെ സ്റ്റിക്കി ആയിട്ടിരിക്കണം. ഇനി നമുക്കൊരു 10 മിനിറ്റ് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ഇതുപോലെ കുഴച്ചെടുക്കണം. അപ്പോഴേക്കും നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആയിട്ട് വരും. ഇപ്പോൾ ഇത് കയ്യിൽ കണ്ടില്ലേ ഒട്ടിപ്പിടിക്കുന്നുണ്ട്. കൈയൊന്ന് വാഷ് ചെയ്യുക. അതിനുശേഷം വീണ്ടും നമുക്കൊന്നും കൂടി കുഴച്ചെടുക്കാം. ഇനി കയ്യിൽ കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്തതിന് ശേഷം കുഴച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, ഞാനിത് ഇതുപോലെ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ട് വരണം. ഇനി നമുക്കൊരു പാത്രം എടുക്കാം. ഇതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം മുഴുവനായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്യാം കേട്ടോ. കാരണം ഈ ഡോവ് വീർത്ത് വരുമല്ലോ, ഫെർമെൻ്റായിട്ട് വരും. ഇനി ഇതെടുത്തതിന് ശേഷം നമുക്ക് ഈ പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മുകളിലും കുറച്ച് ഓയിലൊന്ന് ഒഴിച്ച് കൊടുക്കുക. ഇത് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഇനി ഇത് ഒന്ന് അടച്ചു വയ്ക്കാം. ഇനി ഇതൊന്ന് ഫെർമെൻ്റായിട്ട് വരട്ടെ. ഇത് ഫെർമെൻ്റായിട്ട് വരാനെടുക്കുന്ന സമയം എന്ന് പറയുന്നത് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിനനുസരിച്ച് വ്യത്യാസം വരും കേട്ടോ. ചൂട് കൂടുതലുള്ള സ്ഥലത്താണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഫെർമെൻ്റായിട്ട് വരും. എപ്പോഴും ഒരു വാമായിട്ടുള്ള പ്ലേസിൽ വയ്ക്കാം. ഇനി ഇതൊന്ന് ഫെർമെൻ്റായിട്ട് വരട്ടെ. ആ സമയത്ത് നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യാം. ഇനി നമുക്ക് പിസ്സ സോസ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 5 നല്ല പഴുത്ത തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡ് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ക്രോസ് കട്ടും കൊടുത്തിട്ടുണ്ട്. ഇനി ഇത്
നന്നായിട്ട് തിളച്ച വെള്ളത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. 5 എണ്ണം ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അതായത് ഒരുപാട് അങ്ങോട്ട് വെന്ത് വരേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിതിൻ്റെ തൊലി ഒന്ന് മാറ്റിയെടുക്കാൻ പറ്റണം. ആ ഒരു രീതിയിൽ കുക്കായിട്ട് വരാം. ഒരു 5 മിനിറ്റ് ഒക്കെ മതി. അടച്ചു വയ്ക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതിപ്പോൾ കണ്ടില്ലേ കുക്കായിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ തൊലിയൊക്കെ ഒന്ന് വിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇത് മതി. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിന് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം നന്നായിട്ട് തണുത്തതിന് ശേഷം ഇതിൻ്റെ തൊലിയൊക്കെ മാറ്റാം. ഇപ്പോൾ തന്നെ കണ്ടില്ലേ തൊലിയൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. തൊലി മാറ്റിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചിട്ട് മിക്സിയിൽ നന്നായിട്ടൊന്നൊന്ന് അരച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കാതെ കേട്ടോ. ഇനി നമുക്ക് പനീർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുക്കാം. ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഏതെണ്ണ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇനി എണ്ണ ഒന്ന് ചൂടായിട്ട് വരട്ടെ. ഇപ്പോൾ കണ്ടില്ലേ എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് മുറിച്ച് വെച്ച പനീർ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് കേട്ടോ മുറിച്ചെടുത്തിരിക്കുന്നത്. 200 ഗ്രാം പനീറാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. അതുപോലെ വീട്ടിൽ പനീർ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള ആ ഒരു റെസിപ്പിയും ഞാൻ ഇതിനു മുമ്പ് തന്നെ ഷെയർ ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ കണ്ടു നോക്കിയാൽ മതി. ഇതെന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ സ്റ്റൈലിലുള്ള പനീർ ഫ്രൈ ആണ്. ഞാനിതിപ്പോൾ ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മളിതിപ്പോൾ പനീർ മാരിനേറ്റ് ഒന്നും ചെയ്യാതെ എളുപ്പത്തിൽ പെട്ടെന്ന് തയ്യാറാക്കണതാണ്. പക്ഷെ നല്ല ടേസ്റ്റിയാണ്. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഹോം മെയ്ഡ് ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇതിൽ ചേർക്കുന്ന മല്ലിപ്പൊടിയുടെ അളവൊന്നും കൂടിപ്പോരുത് കേട്ടോ. അതിനുശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പനീർ പൊട്ടിപ്പോവാത്ത രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പനീർ നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ. പനീറിൻ്റെ മിക്ക റെസിപ്പീസ് നമ്മൾ ചെയ്യുമ്പോഴും പനീർ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കും ഫ്രൈ ചെയ്തെടുക്കുക. പക്ഷേ ഇതിൻ്റെ പുറം ഭാഗം ഒന്ന് കുറച്ചൊന്ന് ക്രിസ്പി ആയിട്ട് വരണം. ആ ഒരു രീതിയിലാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇതിപ്പോൾ കണ്ടില്ലേ ഇതുപോലെ ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയും ഞാനൊരു 1/4 ടീസ്പൂൺ തന്നെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ്. അത് തന്നെ നല്ലൊരു കളറും കിട്ടും. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് പെട്ടെന്ന് തന്നെ ആയി വരും. ഇപ്പോൾ ഒരുവിധം തന്നെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ പനീർ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് തണുത്ത് വരട്ടെ. ഇനി നമുക്ക് പിസ്സ സോസ് തയ്യാറാക്കാൻ തുടങ്ങാം കേട്ടോ. ഞാൻ അതിനു മുമ്പ് ടൊമാറ്റോ പ്യൂരിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. 1 ടേബിൾ സ്പൂണൊക്കെ മതി. ഇനി എണ്ണ ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 5-6 വെളുത്തുള്ളി ചെറുതായിട്ട് മുറിച്ചത് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. വെളുത്തുള്ളിയുടെ പച്ചമണം ഒന്ന് മാറി വരട്ടെ. ഇതിലേക്ക് നമുക്കിനി ഒരു സവാളയുടെ പകുതി നല്ല ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചത് ചേർത്ത് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയും കൂടി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കളയുടെ ക്യാപ്സിക്കം ഉപയോഗിക്കാം കേട്ടോ. നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് വഴന്ന് വരട്ടെ. ഇതിന് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ എരിവിനനുസരിച്ച് ചില്ലി ഫ്ലേക്സ്, ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്, അതായത് ചതച്ച മുളക്. ഇനി നമുക്കിതിലേക്ക് മിക്സ്ഡ് ഹെർബ്സ് ചേർത്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ബാസിൽ ഫ്ലേക്സും അതുപോലെ ഒറിഗാനോ ഫ്ലേക്സും സെപ്പറേറ്റ് ചേർത്ത് കൊടുത്താലും മതി, ഏതായാലും കുഴപ്പമില്ല. ഇറ്റാലിയൻ സീസണിങ്ങും നമ്മുടെ ടേസ്റ്റിനനുസരിച്ച്, അതായത് ഫ്ലേവറിനനുസരിച്ച് തന്നെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ചേർക്കാം. നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട് ഇറ്റാലിയൻ ഹെർബ്സൊക്കെ ചേർത്തപ്പോൾ. ഈ സവോളയും ക്യാപ്സിക്കൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് വഴന്ന് വരണം കേട്ടോ. ഇതിലേക്ക് ഇനി നമുക്ക് ടൊമാറ്റോ പ്യൂരി ഉണ്ടല്ലോ അരച്ച് വെച്ചത്, അത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ലല്ലോ, ഉപ്പ് ചേർത്ത് കൊടുക്കണം.
ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്ന് തിളച്ച് കുറുകി വരും, അപ്പോൾ അതിനനുസരിച്ച് ഉപ്പ് ചേർത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ കുറച്ച് ലൂസായിട്ടല്ലേ ഇരിക്കണത്, ഇതൊന്ന് തിക്കായിട്ട് വരും. പിന്നെ നമ്മളിതിലേക്ക് ചീസും ചേർത്ത് കൊടുക്കും. അപ്പോൾ ചീസിൽ ഉപ്പുണ്ടാവും, അപ്പോൾ അതിനനുസരിച്ച് മാത്രം ഇതിലേക്ക് ഉപ്പ് ചേർത്താൽ മതി. ഇപ്പോൾ കണ്ടില്ലേ, ഇത് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് കുറച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചീസ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മൊസറല്ല ചീസ് തന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ഒരു പിടിയോളം ചീസിന് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചീസ് നന്നായിട്ട് തന്നെ ഒന്ന് മെൽറ്റ് ആയിട്ട് വരട്ടെ കേട്ടോ. ഞാൻ പല രീതിയിൽ പിസ്സ സോസ് തയ്യാറാക്കാറുണ്ട്. എനിക്ക് ഏറ്റവും ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു രീതിയിൽ തയ്യാറാക്കുമ്പോൾ തന്നെയാണ്. ഉപ്പ് പോരാ, ഉപ്പ് കുറച്ചും കൂടി ചേർക്കാം. ഞാനിനി ഇതിലേക്ക് കുറച്ച് ഒറിഗാനോ ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കണമെങ്കിൽ ഫ്ലേവർ കുറച്ച് കുറവായിട്ടാണ് തോന്നുന്നത്. ഇനി വീണ്ടും നമുക്ക് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ പിസ്സ സോസ് നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ ഇങ്ങനെ കുറുകി വരണം. ഇനി നമുക്ക് ഇതിലേക്ക് അവസാനം കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 2-3 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ടൊമാറ്റോ കെച്ചപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ലൂസായിട്ട് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തണുക്കുമ്പോൾ നല്ല വെള്ളം പോലെ ഇരിക്കും. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് സ്പ്രെഡ് ചെയ്തെടുക്കാൻ പറ്റില്ല. പിന്നെ നമ്മുടെ പിസ്സയുടെ ബേസും നല്ല വാട്ടറി ആയിട്ട് മാറും. അപ്പോൾ ഇതുപോലെ തന്നെ വരണം. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ പിസ്സ സോസ് റെഡി ആയിട്ടുണ്ട്. പുറത്തുനിന്ന് വാങ്ങിക്കണ പിസ്സ സോസിനേക്കാളും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അത്. ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഫ്ലേവറോട് കൂടിയ പിസ്സ സോസ് തന്നെയാണ്. ഞാനൊരു 2-3 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ഇറ്റാലിയൻ സീസണിങ്, അതായത് ഒറിഗാനോ ബാസിൽ ഫ്ലേക്സ് ഒക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരുന്നു. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് തണുത്ത് വരട്ടെ. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. നമ്മുടെ ഡോ ഫെർമെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? അടിപൊളിയായിട്ട് തന്നെ ഫെർമെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. എനിക്കിപ്പോൾ ഇതൊരു 3/4 മണിക്കൂറോളമാണ് കേട്ടോ എടുത്തത് ഇത് ഫെർമെൻ്റ് ആയിട്ട് വരാൻ. ഇനി നമുക്കിത് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കാം. ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒന്നും കൂടി നമുക്ക് നല്ലപോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കട്ടെ. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ഡോ ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇത് ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഒരുപാട് സമയം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡോവിന് ഒരു ഈസ്റ്റിൻ്റെ ഒരു സ്മെല്ലുണ്ടാവും. അപ്പോൾ അത് ശ്രദ്ധിക്കാം കേട്ടോ. പൊങ്ങി വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ ഉപയോഗിക്കാം. ഇനി നമുക്കിത് ഈക്വലായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്യാം കേട്ടോ. ഇത് ബേക്കായിട്ട് വരുമ്പോൾ വലുതായിട്ട് വരുമല്ലോ, അപ്പോൾ ചെറുത് തന്നെ മതി കേട്ടോ നമുക്ക്. ഞാൻ തിന്നായിട്ടുള്ള പിസ്സ തന്നെയാണ് തയ്യാറാക്കണത്, ഒരുപാട് തിക്കായിട്ടല്ല തയ്യാറാക്കുന്നത്. ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് പിസ്സ ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ഓയിലൊന്നും വേണ്ട കേട്ടോ, കുറച്ച് തന്നെ മതി. അതിനുശേഷം ഇതുപോലെ ഈ പാനിൽ എല്ലായിടത്തേക്കും ഒന്ന് ആക്കി കൊടുക്കാം. ഞാനിപ്പോൾ 10 ഇഞ്ചിൻ്റെ ഒരു പാനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി ഇത് മാറ്റി വയ്ക്കാം. കുറച്ച് മൈദ നമുക്ക് കൗണ്ടർ ടോപ്പിലൊന്ന് ഇട്ട് കൊടുക്കുക. ഇത് നമുക്കൊന്ന് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഒരു ബോൾ എടുക്കുക, ഒന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഞാനിപ്പോൾ ഇത് മൈദ ഇട്ടിട്ടുണ്ട് കേട്ടോ പരത്തിയെടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ കോണിൻ്റെ പൊടി, അതായത് ചെറിയ തരികളോട് കൂടിയ പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതുപയോഗിച്ച് പരത്തിയെടുക്കാം കേട്ടോ. ഇതുപോലെ കൈവച്ചിനെ നമുക്ക് പരത്തിയെടുക്കാം. റോളിംഗ് പിന്നിൻ്റെ ആവശ്യമൊന്നുമില്ല, വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം. മൈദയാകാൻ ഇങ്ങനെ വലിഞ്ഞിരിക്കും. ഷേപ്പൊന്നും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ പിന്നെ പിസ്സ പാനിൽ വെച്ച് കൊടുക്കുമല്ലോ. റൗണ്ട് ഷേപ്പിൽ പരത്തിയെടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഈ പാണ്ടില്ലേ, ഞാനിത് ഈ ഒരു രീതിയിൽ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പിസ്സ പാനിലേക്ക് വെച്ച് കൊടുക്കാം. വെച്ചതിന് ശേഷം ഒന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മതി. കണ്ടില്ലേ, കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി എഡ്ജസ് നമുക്ക് ഇതുപോലെ ഒന്ന് തിക്കാക്കി കൊടുക്കാം. എഡ്ജസ് സാധാരണ പിസ്സയുടെ കുറച്ച് തിക്കായിരിക്കുമല്ലോ. ഇനി എഡ്ജസിൽ നമുക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ കണ്ടില്ലേ, ഞാനിത് ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് പിസ്സ സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ.
ഈ ഒരു രീതിയിൽ നമുക്ക് എല്ലാവരുടെയും തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എഡ്ജസ്റ്റിൽ വേണ്ട, ബാക്കിയുള്ള ഭാഗങ്ങളിൽ തന്നെ സ്പ്രെഡ് ചെയ്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടൊന്നുമില്ല കേട്ടോ, ഞാൻ പൊട്ടിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം, എങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് എത്ര ചീസ് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ എങ്ങനെ ഇട്ട് കൊടുത്താലും ഇതൊക്കെ മെൽറ്റായിട്ട് വന്നോളും. നമുക്ക് കൂടുതൽ ചീസ് ചേർത്ത് കൊടുക്കണമെങ്കിൽ അതിനനുസരിച്ച് ചേർക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ ചീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചക്കറികളും പനീർ ഫ്രൈ ചെയ്തതൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ടോപ്പിങ്ങിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന പച്ചക്കറികൾ എന്ന് പറയുന്നത് കുറച്ച് ഗ്രീൻ ക്യാപ്സിക്കം ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കളേഡ് ക്യാപ്സിക്കം വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. പിന്നെ കുറച്ച് സവോള, പിന്നെ സ്വീറ്റ് കോൺ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സവോള ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഏത് ടോപ്പിംഗ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി നമുക്ക് പനീർ ഫ്രൈ ചെയ്തതും കൂടി വെച്ച് കൊടുക്കാം. സ്വീറ്റ് കോൺ ചേർത്ത് കൊടുക്കാൻ മറന്നുപോയി, അതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ കുക്ക് ചെയ്തെടുത്തിട്ടൊന്നുമില്ല കേട്ടോ. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കണം. പ്രീ ഹീറ്റഡ് ഓവനിൽ കൺവെക്ഷൻ മോഡിൽ 180 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ 15 മിനിറ്റ് മുതൽ 20 മിനിറ്റ് വരെയാണ് കേട്ടോ ഇത് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോഴേക്കും ഇത് കറക്റ്റായിട്ട് തന്നെ ബേക്കായി വന്നിട്ടുണ്ടാവും. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ പിസ്സ നല്ല അടിപൊളിയായിട്ട് തന്നെ ബേക്കായിട്ട് വന്നിട്ടുണ്ട്. ചീസൊക്കെ കണ്ടില്ലേ, നന്നായിട്ട് തന്നെ ഒന്ന് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിൽ നിന്ന് എടുക്കാം. നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കണ്ടോ, നന്നായിട്ട് തന്നെ ബേക്കായിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല തിന്നായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തിക്കായിട്ടുള്ള പിസ്സയും തയ്യാറാക്കി എടുക്കാം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അടുത്തത് നമുക്ക് ഇതുപോലെ തന്നെ ബേക്ക് ചെയ്തെടുക്കാം. കണ്ടില്ലേ, കറക്റ്റായിട്ട് എയർ പോക്കറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, രണ്ടാമത്തെ പിസ്സയും ഞാൻ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിൽ നമുക്ക് ചൂടോടുകൂടി കുറച്ച് ഓറിഗാനോ ഫ്ലേക്സ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. അതുകൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.